കേരളത്തിൽ അടുത്ത 3 ആഴ്ച നിർണായകം. ദീർഘനാൾ അടച്ചിടാനാകില്ലെന്ന് മുഖ്യമന്ത്രി. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സംസ്ഥാനത്തെ കോവിഡ് വ്യാപന സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം കേരളത്തിൽ. 6 അംഗ സംഘം 2 ആയി തിരിഞ്ഞ് 10 ജില്ലകളിൽ സന്ദർശനം നടത്തും. രാജ്യത്തെ പ്രതിദിന രോഗബാധിതരിൽ പകുതിയിലേറെയും റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. തുടർച്ചയായ 4ാം ദിവസമാണ് 20,000-ന് മുകളിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. 4 ദിവസം കൊണ്ട് 87,000-ഓളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് 3 ആഴ്ച വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 2-3 ആഴ്ച ഏറെ ജാഗ്രത പാലിക്കണം. ആൾക്കൂട്ടം പരമാവധി ഒഴിവാക്കണം. വീട്ടിലെ ചടങ്ങുകളിൽ പരമാവധി ആളുകളുടെ എണ്ണം കുറക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. TPR അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തി വരുന്ന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഫലപ്രാപ്തിയിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ബദൽ ശാസ്ത്രീയ മാർഗങ്ങൾ തേടാൻ കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇതിനായി വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. ബുധനാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കോവിഡ് വ്യാപനം കുറയാത്തതിൽ മുഖ്യമന്ത്രി ആശങ്ക രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ. ചില മേഖലകളിൽ രോഗവ്യാപനം കുറയാത്തതാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്. ദീർഘനാൾ ഇത്തരത്തിൽ അടച്ചിടാൻ സാധിക്കില്ല. സാധാരണക്കാർക്ക് ഒരുപാട് പ്രയാസമുണ്ടാകുന്നുണ്ട്. അതിനാൽ ബദൽ ശാസ്ത്രീയ മാർഗങ്ങൾ കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് നിയന്ത്രണത്തിന് കലക്ടർമാർക്ക് കൂടുതൽ അധികാരം നൽകി. പ്രാദേശിക നിയന്ത്രണം കടുപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ക്ലസ്റ്ററുകൾ വരുന്ന പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് മേഖലകൾ പ്രഖ്യാപിച്ച് നിയന്ത്രണം ശക്തിപ്പെടുത്തും. ടൂറിസ്റ്റുകൾക്ക് പ്രയാസം സൃഷ്ടിക്കാൻ പാടില്ല. ആഭ്യന്തര ടൂറിസം ശക്തിപ്പെടുത്തുന്ന നിലപാടെടുക്കണം. ടൂറിസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ അനാവശ്യ ഇടപെടൽ പാടില്ല. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വാക്സിനേഷൻ സൗകര്യം വർദ്ധിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.